അതിരപ്പള്ളിയിൽ പള്ളിയിൽ പോയി വരുന്നവർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലാണ് സംഭവം. പള്ളിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ് കാട്ടാനയെ കണ്ടത്. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഈ കാട്ടാന പാഞ്ഞെടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റനിഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? മനു, തീർച്ചയായും ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണ്. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലാണ് ഇത്തരത്തിൽ കാട്ടാന ഈ യാത്രാ സംഘത്തിന് നേരെ പാഞ്ഞെടുത്തത്. പള്ളിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ റോഡരികിലായിട്ട് ഈ കാട്ടാന നിൽക്കുന്നുണ്ടായിരുന്നത്. തുടർന്ന് ഈ യാത്രാ സംഘത്തിന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. എന്തായാലും ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അവർക്ക് മാറാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവര് ബഹളം വെച്ചതോടുകൂടി സമീപ പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് നാട്ടുകാരും കൂടി ഓടിച്ചേർന്നതോടുകൂടി ഇവരാണ് അത്തരത്തിൽ നാട്ടുകാർ കൂടി ഇടപെട്ട് വലിയൊരു ബഹളം വെച്ചതോടുകൂടിയാണ് ആന പിന്നീട് ഈ വനത്തിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയത്. എന്തായാലും ആർക്കും പരിക്കില്ല. അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പ്രദേശവാസികൾക്ക് നേരെ തന്നെയാണോ ആക്രമണം ഉണ്ടായത് ആനയുടെ ഭാഗത്തുനിന്ന്? മനു, പ്രദേശവാസികൾക്കല്ല. ഈ യാത്ര പള്ളിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുന്ന ഒരു സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ആന പാഞ്ഞെടുത്തത്. എങ്കിൽ പോലും ആ സമീപ പ്രദേശത്തുണ്ടായിരുന്ന മറ്റാളുകൾ കൂടി ആ ഭാഗത്തുണ്ടായിരുന്നു. അതായത് പുറത്തുനിന്ന് വന്നവരാണല്ലേ? പുറത്തുനിന്ന് വന്നവരാണ്. പക്ഷെ സമീപത്ത് ഇത്തരം ഒരു ആന പാഞ്ഞെടുക്കുന്ന സമീപത്ത് തൊട്ടടുത്തായി മറ്റ് യാത്രക്കാരും അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവരും ഒരു ഇടപെടൽ, അതായത് ഒച്ചയുണ്ടാക്കി ആനയെ തുരത്താനുള്ള ഒരു വൈദഗ്ധ്യം അവർക്കുണ്ടായത് കൊണ്ട് തന്നെ അത്തരത്തിൽ പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ആന അത്തരത്തിൽ മറ്റ് ആക്രമണങ്ങൾക്കൊന്നും നിൽക്കാതെ തന്നെ ആ വനത്തിനുള്ളിലേക്ക് തന്നെ പോയത്. സ്ഥിരമായിട്ട് ഈ കാട്ടാനയുടെ ഒക്കെ പ്രശ്നമുള്ള ഇടം കൂടിയല്ലേ? തീർച്ചയായും മനു, ഈ അതിരപ്പള്ളി വാൽപ്പാറ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഭീതിതമായ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ സമയങ്ങളിൽ ആന ഇറങ്ങി നിൽക്കുന്നത് വെളിച്ചക്കുറവ് മൂലമൊക്കെ തന്നെയും ആന പല ഭാഗങ്ങളിലും തീറ്റ തേടി ഇറങ്ങി നിൽക്കുന്നത് പലപ്പോഴും കണ്ണിൽപ്പെടാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയ വാർത്തകൾ ഇതിനോടകം തന്നെ മുൻപും നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഇന്നലെ നടന്ന സംഭവത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു അപകടമാണ് ഒഴിഞ്ഞു മാറിയത്. ആ പ്രദേശവാസികൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ഒച്ച വെച്ചതോടുകൂടി ആന പിന്നീട് സ്വമേധയാ ഇത്തരത്തിൽ വനത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല മനു.